So in this video we can discuss about the female reproductive system. നമ്മൾ മെയിൽ reproductive സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അവിടെ അനാറ്റമി ആൻഡ് സ്പെർമാറ്റോജനസിസ് കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇസ് എ ഫീമെയിൽ. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ അനാറ്റമി നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ മെയിൻ ഓർഗൻസ് ഓഫ് ദ ഫീമെയിൽ reproductive system കൺസിസ്റ്റിംഗ് ഓഫ് ഓവറീസ്, യൂട്രൈൻ ട്യൂബ്, അതിന് വേറെ പേരാണ് ഫാലോപ്പിയൻ ട്യൂബ് ഓർ ഓവിഡക്റ്റ്. Then next is a uterus, then vagina, then external organs. External organsine collectively നമ്മൾ പറയുന്ന പേര് വൾവ ഓർ പ്യൂഡെൻറ്റം. then last is the female mammary gland. mammary glandനെ നമുക്ക് ഒരിക്കലും ഒരു reproductive സിസ്റ്റത്തിൻ്റെ മാത്രം പാർട്ടായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് ബോത്ത് പാർട്സ് ഓഫ് ബോത്ത് ദി ഇൻഡക്യുമെൻ്ററി സിസ്റ്റം ആൻഡ് reproductive സിസ്റ്റം. എന്നാലും നമ്മളിവിടെ അതിനും പഠിക്കണം. ഓക്കെ, സോ ദ പാർട്സ് ആർ ovaries, uterine tube, uterus, vagina, external organs and the mammary gland. So first we can go through this ovary. അതിൻ്റെ മുന്നേ ഇതാണ് പിക്ചർ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ. ഈ പിക്ചറും നിങ്ങൾ പഠിക്കണം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതാ ഇവിടുന്ന് നിങ്ങൾക്കൊരു വെജൈനൽ ഓപ്പണിംഗ് കാണാം. വെജൈനൽ ഓപ്പണിംഗ് പതുക്കെ മുകളിലോട്ടേക്ക് പോയിട്ട് യൂട്രസിലെത്തുന്നു. യൂട്രസിൻ്റെ മുകളിൽ ഒരു ഫാലോപ്പിയൻ ട്യൂബും ഒരു ഒരു ഓവറിയും കാണാം. ഓക്കെ, പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു റെക്ടം ആൻഡ് ഏനസ്, ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു യൂറിനറി ബ്ലാഡർ. ഓൾമോസ്റ്റ് അത്രയും പോർഷൻസ് എങ്കിലും നിങ്ങൾ വരച്ചിരിക്കണം. ഓക്കെ, ദെൻ എബൌട്ട് ഓവറീസ് നമുക്ക് പെയർഡ് ആണ് ഫീമെയിലിൽ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ദി ഫീമെയിൽ ഗൊണാഡ്സ്. ഓക്കെ, പെയർഡ് ഗ്ലാൻഡ്സ് ആൻഡ് ദാറ്റ് റിസംബിൾ അൺഷെൽഡ് ആൽമണ്ട്. ഒരു നമ്മൾ കഴിക്കുന്ന ഒരു ആൽമണ്ട് ഇല്ലേ, അതിൻ്റെ അത്രയും വലിപ്പം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ചെറുതാണത് ഇൻ സൈസ് ആൻഡ് ഷേപ്പ്. ഓക്കെ, ഓവറീസ് അവിടെ പിക്ചർ കാണുന്നുണ്ടല്ലോ. രണ്ട് സൈഡിലായിട്ട് രണ്ട് ഓവറിയാണുള്ളത്. ദെൻ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്യാമേറ്റിനെയും പ്രൊഡ്യൂസ് ചെയ്യും, കുറച്ച് ഹോർമോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്യും. ഗ്യാമേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഓൾവേസ് ഇറ്റ് ഇസ് എ സെക്കൻഡറി oocyte that develop into the mature ova. Okay, then second is the hormone, that is the progesterone, estrogen, ഇൻഹിബിൻ ആൻഡ് റിലാക്സിൻ. 4 ഹോർമോണിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും മാത്രമാണ് ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ബാക്കി രണ്ടും സെക്സ് ഹോർമോൺസ് അല്ല. എന്നാലും 4 ഹോർമോണിനാണ് ആസ് എ ഹോൾ ഈ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, then ഇതിൻ്റെ ലൊക്കേഷൻ ഓൺ ഇതർ സൈഡ് ഓഫ് ദി യൂട്രസിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നമ്മൾ പിക്ചറിൽ കാണുന്നുണ്ട്. ഓക്കെ, ദെൻ അത് അവിടെ തന്നെ പൊസിഷനിങ് നിൽക്കുന്നത്, അങ്ങനെ തന്നെ ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് അറ്റാച്ച്ഡ് വിത്ത് സോ മച്ച് ഓഫ് ലിഗമെൻറ്റ്സ് കൊണ്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഹോൾഡ് ദം ഇൻ പൊസിഷൻ. ദ ബ്രോഡ് ലിഗമെൻറ്റ് ഓഫ് ദി യൂട്ടറസ് അറ്റാച്ചസ് ടു ദ ഓവറീസ് ബൈ എ ഡബിൾ ലെയർഡ് ഫോൾഡ് കോൾഡ് ദി മീസോവേറിയം. ബ്രോഡ് ലിഗമെൻറ്റ് ഇവിടെ പിക്ചറിൽ കാണാം, യെല്ലോ കളറുള്ളത്. അപ്പോൾ ഈ ബ്രോഡ് ലിഗമെൻറ്റും ഓവറിയും തമ്മിലുള്ള കണക്ഷനെയാണ് നമ്മൾ മീസോവേറിയം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് ഒവേറിയൻ ലിഗമെൻറ്റ്. പിക്ചറിൽ കാണാം, ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് യൂട്ടിറോ ഒവേറിയൻ ലിഗമെൻറ്റ്. കാരണം യൂട്രസിനെയും ഓവറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിഗമെൻ്റ് ആയതിനെ കൊണ്ടാണ് അതിനെ നമ്മൾ യൂട്ടിറോ ഒവേറിയൻ ലിഗമെൻറ്റ് എന്നും കൂടെ പറയുന്നത്. ദാറ്റ് ആങ്കേഴ്സ് ദ ഓവറീസ് ടു ദ യൂട്രസ് ആൻഡ് സസ്പെൻസറി ലിഗമെൻറ്റ്. അതിൻ്റെ മുകളിൽ കണ്ടോ റെഡ് കളറിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദ സസ്പെൻസറി ലിഗമെൻറ്റ് അറ്റാച്ച് ദം ടു ദി പെൽവിക് വാളിലോട്ടേക്കും അറ്റാച്ച് ചെയ്ത് വെക്കും. അപ്പോൾ ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ് റെഡി ആണല്ലോ. യൂട്രസിൻ്റെ മുകളിലേക്ക് യൂട്രോ ഒവേറിയൻ ലിഗമെൻറ്റ്, പെൽവിക് വാളിലോട്ടേക്ക് സസ്പെൻസറി ലിഗമെൻറ്റ് ആൻഡ് ബ്രോഡ് ലിഗമെൻറ്റ് മീസോവേറിയം വെച്ചിട്ട് അവിടെ അറ്റാച്ച് ചെയ്തിട്ട് നിൽക്കും. റെഡി. ദെൻ ഓവറീൻ്റെ മുകളിൽ ഈച്ച് ഓവറി കണ്ടെയ്ൻസ് എ ഹൈലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റുന്ന ഓപ്പണിങ്. ഇവിടെ അതുപോലെ തന്നെയാണ് ബ്ലഡ് വെസൽസിനും ന്യൂറോൺസിനും ഒക്കെ പാസ് ചെയ്യാനുള്ള ഒരു ഓപ്പണിങ്. അങ്ങോട്ടും ഇങ്ങോട്ടും അകത്തേക്കും പോകണം, പുറത്തേക്കും വരണം, അതിനുള്ളൊരു ഓപ്പണിംഗ് ആയിട്ടാണ് എൻട്രൻസ് ആൻഡ് എക്സിറ്റ് ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നത്. ദെൻ ഇത് നമുക്കതിൻ്റെ ഹിസ്റ്റോളജി എന്ന് പറയുമ്പോൾ ഈ ഇൻസൈഡ് ദിസ് ഓവറി എന്തൊക്കെയാണുള്ളത്. അപ്പോൾ ഒരു സെക്കൻഡറി യൂസായിട്ട് ഫോം ചെയ്യുന്നത് ഇൻസൈഡ് ദ ഓവറിയാണ്. അപ്പോൾ അത് പെട്ടെന്ന് സെക്കൻഡറി യൂസായിട്ടായിട്ട് മാറുകയല്ല ചെയ്യുക. അത് പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ഗ്രാഫിയൻ ഫോളിക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഈ ഡെവലപ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാം നടക്കുന്നത് ഈ ഓവറിൻ്റെ ഉള്ളിൽ നിന്നായതിനെ കൊണ്ട് നമുക്ക് ഓവറിയുടെ ഹിസ്റ്റോളജി വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഓവറിയുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിനെയാണ് നമ്മൾ ജെർമിനൽ എപ്പിത്തീലിയം എന്ന് പറയുക. ഇവിടെ നമുക്ക് ബ്രൗണിഷിൽ കാണുന്ന ലെയറിനെയാണ് ജെർമിനൽ എപ്പിത്തീലിയം എന്ന് പറയുക. ഓക്കെ, that covers the surface of the body. അപ്പോൾ ഈ ജെർമിനൽ എപ്പിത്തീലിയം the cells that produce ova എന്നിട്ട്
ജെർമിനൽ എപ്പിത്തീലിയം അല്ല ഓവയായി മാറുന്നത്. ഇറ്റ് ഈസ് ദി ഔട്ടർ മോസ്റ്റ് കവറിങ് ആണ്. ഓവ ആയിട്ട് മാറുന്ന സെല്ല് ഓൾറെഡി ഈ ഓവറിക്കകത്ത് പ്രസൻ്റ് ആയിരിക്കും. അത് ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ യോഗ് സാക്ക് ഒരു വെരി മൈന്യൂട്ട് സ്ട്രക്ചറായിട്ട് ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൻ്റെ ടൈമിൽ തന്നെ യോഗ് സാക്കിൽ നിന്ന് ഈ ഓവം പ്രൊഡ്യൂസിങ് സെൽസ് എല്ലാം ഓൾറെഡി ഇതിനകത്ത് പ്രസൻ്റ് ആയിരിക്കും. പക്ഷേ അത് ഓവമായിട്ട് ഫോം ചെയ്യണമെങ്കിൽ ആഫ്റ്റർ പ്യൂബർട്ടി ആവണമെന്ന് മാത്രം ഇൻ കേസ് ഓഫ് ഫീമെയിൽസ്. ഓക്കെ, അപ്പോൾ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൻ്റെ സമയത്തെ ആ ചെറിയ ഫോംസ് ആയിട്ട് ഈ ഓവറിക്കകത്ത് പ്രസൻ്റ് ആയിരിക്കും. ദെൻ ആദ്യം നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് കവറിങ് ഇസ് ദി ജെർമിനൽ എപ്പിത്തീലിയം. ജെർമിനൽ എപ്പിത്തീലിയത്തിൻ്റെ തൊട്ടുള്ളിൽ കാണുന്നതാണ് ട്യൂണിക്ക ആൽബുജിനിയ. ഓക്കെ, വീറ്റിഷ് capsule of irregular connective tissue just deep to the germinal epithelium. Then next is the ovarian cortex and ovarian medulla. ഈ കോർട്ടെക്സ് മെഡുല എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി കിഡ്നിയിലൊക്കെ പഠിക്കുന്ന പോലെ തന്നെയാണ്. ഔട്ടർ മോസ്റ്റ് കവറിങ് അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ലെയർ ഇസ് എ കോർട്ടെക്സ് ആൻഡ് ഇൻസൈഡ് ഇസ് ദി മെഡുല. ഇവിടെ നമുക്ക് ഒരു കോർട്ടെക്സും മെഡുലയും തമ്മിൽ വ്യക്തമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതാ ഇവിടെ കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങൾക്ക് പിക്ചർ കാണാം. മെഡുല ആൻഡ് കോർട്ടെക്സ് കാണുന്നുണ്ടോ? അപ്പോൾ ഈ മെഡുലയും കോർട്ടെക്സ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മെഡുലയ്ക്കുള്ളിൽ ഇഷ്ടം പോലെ ബ്ലഡ് വെസൽസും അതുപോലെ ന്യൂറോൺസും പ്രസൻ്റ് ആയിരിക്കും. കോർട്ടെക്സിനകത്ത് ഈ ഫോളിക്കുലർ സെൽസ് മാത്രമേ പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഫോളിക്കുലർ സെൽസ് പ്രസൻ്റ് ആയിട്ടുള്ള ഏരിയനെ കോർട്ടെക്സ് എന്നും ബ്ലഡ് വെസൽസ് കൂടുതലായിട്ട് കാണുന്ന ഏരിയനെ നമുക്ക് മെഡുല എന്നും പറയാം. അല്ലാതെ ഡിസ്റ്റിങ്ക്റ്റ് ഒരു ലെയർ കോർട്ടെക്സിനെയും മെഡുലനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, then ovarian cortex, it consists of ovarian follicles surrounded by dense irregular connective tissue that contain collagen fibers and fibroblast like cells called stromal cells. ഈ ovarian folliclesനെ സറൗണ്ട് ചെയ്യുന്ന ടിഷ്യൂസിനെയാണ് നമ്മൾ സ്ട്രോമൽ സെൽസ് എന്ന് പറയുക. അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ കൊളാജൻ ഫൈബേഴ്സ് ഒക്കെ ആയിരിക്കും ഒവേറിയൻ ഫോളിക്കിൾസിൽ പ്രസൻ്റ് ആയിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ഒവേറിയൻ മെഡുല. നമ്മൾ പറഞ്ഞു ഡീപ് ടു ദ ഒവേറിയൻ കോർട്ടെക്സ് ദാറ്റ് കണ്ടെയ്ൻ medulla consists of more loosely arranged connective tissue and contain blood vessels, lymphatic vessels and neurons. Okay, then next is the ovarian follicle. അപ്പോൾ ഈ ovarian follicle എന്താണെന്ന് വെക്കുകയാണെങ്കിൽ കോർട്ടെക്സിനകത്താണെന്ന് പറഞ്ഞു. കോർട്ടെക്സിൻ്റെ അകത്ത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് oocyte, വേരിയസ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഈ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസിലുള്ള oocyte ആയിരിക്കും അവിടെ പ്രസൻ്റ് ആയിരിക്കുക, പ്ലസ് ദി സെൽസ് സറൗണ്ടിങ് ദം. ഓക്കെ, അപ്പോൾ ഒരു oocyteന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അതിൻ്റെ ചുറ്റും കുറച്ച് ലെയേഴ്സ് പ്രസൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കവറിങ്ങോട് കൂടിയാണ് oocyte വരുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ ഈ oocyteന് ചുറ്റിലും ഒറ്റ ലെയർ സെൽസ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്കതിനെ ഫോളിക്കുലർ സെൽസ് എന്ന് പറയാം. ഇഫ് സപ്പോസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് മൾട്ടിപ്ലൈഡ്, അല്ലെങ്കിൽ ഒരുപാട് സെവറൽ ലെയേഴ്സ് ആവുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഗ്രാനുലോസർ സെൽസ്. ഓക്കെ, അപ്പോൾ ഈ കവറിങ്ങിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ദാറ്റ് നറിഷ് ദ ഡെവലപ്പിംഗ് oocyte. അപ്പോൾ ഉള്ളിലുള്ള ആൾക്ക് ഫുഡ് കൊടുക്കണം, അതാണ് അതിൻ്റെ ഫങ്ഷൻ. പിന്നെ ഒരു ഫങ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഈസ്ട്രജനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാം, സെക്സ് ഹോർമോൺസിനെ അത് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് എ മെച്യൂർ ഫോളിക്കിൾ ഓർ ഗ്രാഫിയൻ ഫോളിക്കിൾ. അപ്പോൾ ഈ മെച്യൂർ ഫോളിക്കുലർ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ oocyte, സെക്കൻഡറി oocyte എന്ത് ചെയ്യാണ്, റെഡി ടു റപ്ചർ. അത് റപ്ചർ ചെയ്ത് നമ്മുടെ ഫീമെയിൽ ഗാമേറ്റിനെ എക്സ്പെൽ ചെയ്യാൻ അത്രയും വലുപ്പത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഫോമിൽ നിൽക്കുന്നത്, റെഡി ടു റപ്ചറായിട്ട് നിൽക്കുക. എന്ന് വെച്ചാൽ ഡെവലപ്മെൻറ്റൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അറ്റ് എനി ടൈം ഇറ്റ് ക്യാൻ റപ്ചർ ദ ഔട്ടർ മോസ്റ്റ് ലെയർ ആൻഡ് എക്സ്പെൽ ദി സെക്കൻഡറി oocyte. ആ ഫോമിനെയാണ് നമ്മൾ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയാം. ഇറ്റ്സ് സെക്കൻഡറി oocyte, എക്സ്പെൽ ഇറ്റ്സ് സെക്കൻഡറി oocyte. അപ്പോൾ ഈ സെക്കൻഡറി oocyte മാത്രമേ സ്പെർമായിട്ട് യുണൈറ്റ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഒരു ടോട്ടൽ ഗ്രാഫിയൻ ഫോളിക്കിൾ യുണൈറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ എക്സ്പെൽ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ പറയുന്നത് ഓവ്യുലേഷൻ. റെഡി? അപ്പോൾ മെച്യൂർ ഫോളിക്കിൾ ഓർ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ഇറ്റ് വാൾ ആൻഡ് റിലീസ് സെക്കൻഡറി oocyte ബൈ ദ പ്രോസസ് നോൺ ആസ് ഓവ്യുലേഷൻ. ദെൻ അത് കഴിഞ്ഞിട്ടുണ്ടാവുന്നത് കോർപ്പസ് ലൂട്ടിയം. ഇറ്റ് ഇസ് എ യെല്ലോയിഷ് ബോഡി. കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുമ്പോൾ സെക്കൻഡറി oocyte പുറത്തേക്ക് പോയി ബാക്കിയുള്ള റെമനൻസ് അതിനെയാണ് എന്ത് പറയണത്, കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത്. റെമനൻസ് ഓഫ് ദ മെച്യൂർ ഫോളിക്കിൾ ആഫ്റ്റർ ഓവ്യുലേഷൻ. ഓവ്യുലേഷൻ കഴിഞ്ഞിട്ട് സെക്കൻഡറി oocyte പോയി, സെക്കൻഡറി oocyte മാത്രമേ പോകുന്നുള്ളൂ, ബാക്കിയുള്ള ആൾക്കാരെല്ലാം അവിടെ തന്നെ ഉണ്ട്. സോ ആ ബാക്കിയുള്ള ആൾക്കാരാണ് നമ്മൾ പറയുക കോർപ്പസ് ലൂട്ടിയം. അതൊരു യെല്ലോയിഷ് ബോഡി ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ദിസ് കോർപ്പസ് ലൂട്ടിയം എന്തിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ, റിലാക്സിൻ ആൻഡ് ഇൻഹിബിൻ 4 ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും നേരം
ഒറ്റ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ, പ്രൊജസ്ട്രോണിനെ മാത്രം. ഓക്കെ, ഓവുലേഷൻ കഴിഞ്ഞാൽ മാത്രമേ ബാക്കി 3 ഹോർമോൺസിനെയും കൂടെ സെയിം ലെയർ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് എപ്പോൾ വരെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കില്ല. കോർപ്പസ് ലൂട്ടിയം വേറൊരു ഫോമിലോട്ടേക്കായിട്ട് മാറും. അതിനാണ് നമ്മൾ കോർപ്പസ് ആൽബിക്കൻസ് എന്ന് പറയുക. അതൊരു ആൽബിക്കൻസ്, ആൽബിനോ എന്ന് പറയുമ്പോൾ എന്താ, വൈറ്റിഷ്, ഒരു വൈറ്റ് ബോഡി ആയിട്ട് മാറും. ആക്ച്വലി കോർപ്പസ് ലൂട്ടിയം യെല്ലോ ഉള്ള ആൾ വൈറ്റ് ആയിട്ട് മാറുന്നത് വരെ ഈ 4 ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. വൈറ്റ് ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, കാര്യം മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ള പിക്ചർ. ഈ പിക്ചർ നിങ്ങൾ പഠിച്ചിരിക്കണം. പ്രൈമോഡിയൽ ഫോളിക്കിൾ, പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ഇതാ ഇവിടെ നിങ്ങൾക്ക് ഹൈലം കാണാം. ദെൻ ജെർമിനൽ എപ്പിത്തീലിയം, സെക്കൻഡറി ഫോളിക്കിൾ, ഒവേറിയൻ കോർട്ടെക്സ്, ഫോളിക്കുലർ ഫ്ലൂയിഡ്. കണ്ടോ, മെച്ചോ ഫോളിക്കിൾ എന്ന് പറയുമ്പോൾ വലുതായിരിക്കും. ദെൻ കോർപ്പസ് ഹെമറേജിക്കം പറഞ്ഞുതരാം. ദെൻ കണ്ടോ, ഇവിടുന്ന് റിലീസ് ഉണ്ടായി, ബ്രേക്ക് ചെയ്തിട്ട് സെക്കൻഡറി ഓസൈറ്റ് മാത്രം ബൈ ദ പ്രോസസ് ഓവുലേഷൻ അത് റിലീസ് ചെയ്തു. ബാക്കിയുള്ള ആളാണ് കോർപ്പസ് ലൂട്ടിയം. ആ കോർപ്പസ് ലൂട്ടിയാണ് ഈ 4 ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ അത് കോർപ്പസ് ആൽബിക്കൻസ് ആയിട്ട് മാറി പോവും. ഇത്രയേ ഉണ്ടാവുന്നുള്ളൂ. കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, താങ്ക് യു.